ആശകൾ ആയിരം എന്ന ഏറ്റവും പുതിയ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് വെറും യാദൃശ്ചികം മാത്രം. കാരണം രണ്ടും രണ്ട് സിനിമയാണ്. പക്ഷെ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, രണ്ട് സിനിമയിലും ഒരു കോണ്ടെക്സ്റ്റ് ഇസ് സെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അച്ഛൻ മകൻ കോൺഫ്ലിക്ട്, അതാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങളുടെ മെയിൻ കോണ്ടെക്സ്റ്റും അതുപോലെ തന്നെ ആശകൾ ആയിരം എന്ന് പറയുന്ന സിനിമയുടെ മെയിൻ കോണ്ടെക്സ്റ്റ്. ഇതിന്റെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ ജയറാം ആയിരുന്നു മകൻ ആൻഡ് വി ഹാഡ് തിലകൻ ആസ് ജയറാമിന്റെ അച്ഛൻ. അപ്പോൾ ഈ സിനിമയിൽ വരുമ്പോൾ ജയറാമാണ് ഫാദറായിട്ട് അഭിനയിക്കുന്നത് ആൻഡ് മകനായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ കാളേഴ്സ് ജയറാം. അപ്പോൾ ആ ഒരു റിവേഴ്സ് ആയിട്ട് ജയറാം വരുമ്പോൾ അതൊരു ഭയങ്കര ഒരു പ്രേക്ഷകൻ, സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ രസകരമായിട്ട് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല ജി പ്രജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ ഭയങ്കര റെഫറൻസുകളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ അച്ഛനാണ് മികച്ച നടൻ, അല്ലെങ്കിൽ ആ ഒരു ഡയലോഗൊക്കെ എല്ലാവർക്കും ഓർമ്മയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ ഈ സിനിമയിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറക്ടർ ആൻഡ് അത് ആൾക്കാർ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് നമ്മുടെ ജയറാം ആൻഡ് കാളിദാസ് ജയറാം കോമ്പിനേഷൻ വാസ് അടിപൊളിയായിരുന്നു. ഒരു രസമായിട്ട് വന്നിട്ട് അവർ രണ്ടുപേരും നർമ്മ രംഗങ്ങളാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അവർ അതും നന്നായിട്ടുണ്ട്. ഒരു ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന ഒരു സിനിമയാണ്. ഒരുപാട് കീറി മുറിക്കാനൊന്നും സിനിമയിലൊന്നുമില്ല. കാരണം ഒരു പ്ലെയിനായിട്ട് ഫ്ലാറ്റായിട്ട് സിനിമ കഥ പറയുന്ന ഒരു സിനിമ തന്നെയാണ്. അതായത് ഒരു സിനിമയുടെ ബാക്ക്ഡ്രോപ്പും ഇതിലുണ്ട്. അതായത് സിനിമയ്ക്കുള്ള സിനിമ, ആ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് പേസ്. ഒരു രണ്ടുപേര് എന്താ പറയുക, ആ ഒരു സിനിമയിൽ വരുമോ വരില്ലേ എന്നൊക്കെ തരത്തിലുള്ള ഒരു പരിപാടിയാണ്. രസമാണ്. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഏരിയാസ് വരുന്ന തിയേറ്ററിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പള്ളുരുത്തിയുള്ള പ്രതീക്ഷ തിയേറ്റർ ആരാധകർക്കൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഫാക്ടറാണ് അതിനെ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സീനിലുണ്ട്, പിന്നെ കുറച്ച് അധികം സീനുകളിലുണ്ട്. അതുപോലെ തന്നെ ഷറഫുദ്ദീന്റെ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് പുള്ളി എന്താ പറയുക, വെറും തമാശകളിൽ നിന്നും കുറച്ചൊന്ന് മാറിയിട്ട് പുള്ളി വരുത്താൻ അടിപൊളി വില്ലനായിട്ട്, ബട്ട് തന്നെ ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ്. പിന്നെ അങ്ങനെ എല്ലാവരും ഭയങ്കര ഒരു രസകരമായിട്ട്, ആശാ ശരത് അവരൊക്കെ ഭയങ്കര നന്നായിട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ഒരുപാട് അങ്ങനെ തെറ്റുകളോ കുറ്റങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയാനൊന്നുമല്ലോ, ഒരു എന്താ പറയുക തമാശ സിനിമ, അല്ലെങ്കിൽ ഭയങ്കര ഒരു രസകരമായിട്ട് വന്നിട്ടൊരു സിനിമ. പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഷാർജ ടു ഷാർജയിലെ മറ്റേ നമ്മുടെ ആ ഒരു പാട്ടില്ലേ കിട്ടിയിലും പാട്ട്, അറബി കൈൻഡ് ഓഫ് സോങ്, അത് രസമുണ്ട്. 14 രാവിന്റെ അത് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു കുറച്ച് എന്നെ പോലത്തെ വയസ്സന്മാർക്കൊക്കെ ഭയങ്കര എന്താ പറയാ, കേൾക്കുമ്പോൾ ഒരു നമ്മളൊക്കെ ചെറുതാകുമ്പോൾ കേട്ട പാട്ടാ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ രസം. പിന്നെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ ആ ഒരു പരിപാടി റെഫറൻസ് എല്ലാം ഒരു എന്താ പറയാ രസമായിട്ട് കാണാൻ പറ്റുന്ന